പാലിനെ ഭയപ്പെട്ട പൂച്ച. ഒരിക്കൽ കൃഷ്ണദേവരായർ കുറെ പൂച്ചകളെ വാങ്ങിച്ചു. മഹാറാണിക്ക് പൂച്ചകളെ വളരെ ഇഷ്ടപ്പെട്ടു. തന്റെ മന്ത്രിമാരുടെ പക്കൽ വളർത്താനായി ഏൽപ്പിച്ചു. പൂച്ചയ്ക്ക് പാൽ കൊടുക്കുവാനായി ഒരു പശുവിനെയും അവർക്ക് കൊടുത്തു. രാമ, ഈ പൂച്ചയോടൊപ്പം പശുവിനെയും എടുത്തുകൊള്ളൂ. പൂച്ചയ്ക്ക് ധാരാളം പാൽ കൊടുത്ത് നന്നായി വളർത്തണം കേട്ടോ. അങ്ങനെ ആകട്ടെ മഹാറാണി. ഈ പൂച്ചയെ ഞാൻ എന്റെ സ്വന്തം കുഞ്ഞിനെ പോലെ പരിപാലിക്കാം. കുറെ ദിവസങ്ങൾക്ക് ശേഷം പൂച്ചകളുടെ വളർച്ചയെപ്പറ്റി അറിയാനായി അവയെ കൊണ്ടുവരാൻ മഹാറാണി ആജ്ഞാപിച്ചു. അവയിൽ രാമന്റെ പൂച്ച മാത്രം തടിച്ചു കൊഴുത്ത് സുന്ദരിയായിരുന്നു. രാമ, നിന്റെ പൂച്ചയാണ് തടിച്ചു കൊഴുത്ത് നല്ല ഭംഗിയായുള്ളത്. ഇതാ നിനക്കാണ് സമ്മാനം. പൂച്ച ഒരു ദിവസം പോലും പാല് കുടിക്കുന്നത് ഞാൻ കണ്ടതേയില്ലല്ലോ. പിന്നെങ്ങനെ തടിച്ചു കൊഴുത്തു? ഓ അതോ, ഒരു ദിവസം പൂച്ചയ്ക്ക് ചൂടുള്ള പാല് കൊടുത്തു. അതിന്റെ നാക്ക് പൊള്ളിപ്പോയി. അന്നു മുതല് അത് പാല് കുടിക്കുന്നത് നിർത്തിയിട്ട് എലികളെ പിടിച്ച് തിന്നാൻ തുടങ്ങി. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ എലികളുടെ ശല്യവും കുറഞ്ഞു, കുട്ടികൾക്ക് പോഷകമുള്ള പാലും കിട്ടുന്നു. അതെ, പൂച്ചയും നന്നായി. നമ്മുടെ വീട്ടിൽ ഇപ്പോ എലി ശല്യവും ഇല്ല. കുട്ടികളും പോഷകമുള്ള പാല് കുടിക്കുന്നു.